ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും 10 രൂപ മുതൽ 50 രൂപ വരെയാണ് റേറ്റ് വരിക. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത്. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അന്ന് തന്നെ അയക്കുന്നതായിരിക്കും. അപ്പോൾ അത് വേഗം തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് പ്ലാന്റ്സ് വാങ്ങാൻ ശ്രമിക്കുകയില്ല എങ്കിൽ കൂടുതൽ ദിവസം ബോക്സിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഡാമേജ് ആവും. അതുപോലെ അഡ്രസ്സ് തരുമ്പോൾ കൃത്യമായിട്ട് DTDCയുടെ പിൻകോഡ് തന്നെ തരിക. നിങ്ങളുടെ ഏറ്റവും അടുത്ത DTDC എവിടെയാണോ ഉള്ളത് അതിൻ്റെ പിൻകോഡ് തന്നെ തരിക. ഇതൊരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് മിക്കതും സ്റ്റോക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വാങ്ങിപ്പോയിട്ട് പിന്നീട് വന്ന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ടൊന്ന് മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് എല്ലാം ഉണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലാന്റിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് മദർ ഓഫ് 1000 ആണ്. ചിപ്പി റൂട്ടഡ് ആയിട്ടുള്ള ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. റേറ്റ് വരുന്നത് 20 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരിക വെരിഗേറ്റഡ് കോസ്റ്റസ് പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. റേറ്റ് വരുന്നത് 25 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരിക ഗാർലിക് വൈൻ്റെ പ്ലാന്റ്സ് ആണ്. വലിയ പരിചരണമൊന്നും വേണ്ടാത്ത നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് 30 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ ഓക്സിക്കാർഡിയം ഗ്രീൻ ആണ്. നല്ല ഹാർട്ട് ഷേപ്പിൽ നല്ല ഗ്രീൻ കളർ ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റിന് 15 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഫയർ ക്രാക്കർ വൈറ്റ് ആണ്. ഇതാണ് പൂക്കൾ. അപ്പോൾ ഇതിൻ്റെ 2 കളറും നമുക്കിന്ന് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 50 രൂപയായിരിക്കും റേറ്റ്. അടുത്ത പ്ലാന്റ് ഫയർ ക്രാക്കർ റെഡ് ആണ്. ഇതാണ് റെഡിൻ്റെ പൂക്കൾ വരിക. എല്ലാ സമയത്തും നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. നല്ല ഭംഗിയായിട്ട് താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് മിക്കവാറും പേര് ചോദിക്കാറുള്ളതാണ്. 2 കളേഴ്സിനും നല്ല ഡിമാൻഡാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് സ്റ്റാർസീനിയ പ്ലാന്റ് ആണ്. സ്റ്റാർസീനിയയുടെ 2 കളേഴ്സ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് യെല്ലോ വരിക. വൈറ്റും യെല്ലോയുമാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റാർസീനിയയുടെ ഒരുപാട് കളേഴ്സ് പുതിയതായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പ്ലാന്റ് സൈസ് ഇതായി കാണുന്നതായിരിക്കും. റേറ്റ് വരിക 40 രൂപയാണ്. അടുത്തത് മിനിയേച്ചർ മുസാണ്ടയാണ്. ഇതേ വലുപ്പത്തിൽ തന്നെ നമുക്ക് നിറയെ പൂക്കൾ തരും ഒരു കെയറിൻ്റെ ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ്. 40 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് മിനിയേച്ചർ നന്ദ്യാർ വട്ടത്തിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് ഒരുപാട് വലുപ്പമൊന്നും വെക്കാതെ നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താവുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. കട്ട് ചെയ്ത് നല്ല ബുഷിയാക്കി നിർത്താൻ കഴിയുന്ന പ്ലാന്റ് ആണ്. പൂക്കൾ രണ്ടിലും സെയിം തന്നെയാണ്. അപ്പോൾ ഇതിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ഡെയ്സി ആണ്. ഡെയ്സിയുടെ 2 കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആദ്യത്തെ കളറ് വരിക ഈ ഒരു വയലറ്റ് കളറാണ്. രണ്ടാമത്തേത് വൈറ്റ് കളറാണ്. ഈ 2 കളേഴ്സും അവൈലബിൾ ആണ്. പ്ലാന്റിൻ്റെ റേറ്റ് വരിക 40 രൂപ വീതമാണ്. അടുത്ത പ്ലാന്റ് വരിക മെക്സിക്കൻ ഫ്ലെയിം ആണ്. ഇതുപോലെ നല്ല ഡാർക്ക് ഓറഞ്ച് നിറത്തിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് മെക്സിക്കൻ ഫ്ലെയിം. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതായിരിക്കും. 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് സ്റ്റാർ ജാസ്മിൻ ആണ്. നമ്മുടെ പിച്ചിപ്പൂ പോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്തത് വരിക മൂൺലൈറ്റ് പോത്തോസ് ആണ്. വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ജാപ്പനീസ് ഹണീസക്കിൾ ആണ്. 2-3 കളറുകളിലായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. വൈറ്റും യെല്ലോയും ഒക്കെ കളർ നല്ല ഭംഗിക്ക് നിൽക്കുന്ന നല്ല സ്മെല്ലോട് കൂടിയ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതായിരിക്കും. റേറ്റ് വരിക 30 രൂപയാണ്.
അടുത്ത പ്ലാന്റ് വരിക പെൻസിൽ കാറ്റസിൻ്റെ പ്ലാന്റ് ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക സ്ലീപ്പിംഗ് പോത്തോസ് ആണ്. ഇതിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് അസിസ്റ്റാഷ്യ പ്ലാന്റ് ആണ്. ഒരു വയലറ്റും വൈറ്റും കൂടെ കലർന്ന് ഇതുപോലെ നിറയെ പൂക്കൾ തരുന്ന, ഒരു പരിചരണവും വേണ്ടാത്ത നല്ലൊരു പ്ലാന്റ് ആണിത്. എപ്പോഴും പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നട്ടു കൊടുക്കാവുന്ന നല്ലൊരു ചെടിയാണ്. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ മുൻപ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സെയിലിന് അവൈലബിൾ ആണ്. കഴിഞ്ഞ തവണ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഈ ഒരു പ്ലാന്റ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്ത പ്ലാന്റ് ചൈനീസ് വയലറ്റിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. നല്ലൊരു ലാവൻഡർ കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. ഈ കാണുന്നത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരിക. 30 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് യെല്ലോ ജാസ്മിൻ ആണ്. യെല്ലോ ജാസ്മിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക യെല്ലോ ക്രോട്ടൺ ആണ്. ക്രോട്ടൻ്റെ 2 വെറൈറ്റി നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തേത് ഈ ഒരു യെല്ലോയും ഗ്രീനോടെ ലീഫിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ്. നമുക്ക് പുഷിയായിട്ടൊക്കെ നിർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്ത ക്രോട്ടൺ വെറൈറ്റി വരിക ആപ്പിൾ ക്രോട്ടൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. ഇതിനും റേറ്റ് വരുന്നത് 40 രൂപ തന്നെയാണ്. അടുത്ത പ്ലാന്റ് വരിക മെക്സിക്കൻ സ്വാഡിൻ്റെ പ്ലാന്റ് ആണ്. ഒരു വാട്ടർ പ്ലാന്റ് ആണിത്. നല്ല വെള്ള നിറത്തിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് 30 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തതായിട്ട് ഈ ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള, നമുക്ക് ബോർഡറിലൊക്കെ വെക്കാൻ കഴിയുന്ന പ്ലാന്റ് ആണിത്. ഇതിന് 15 രൂപയാണ് റേറ്റ് വരിക. അടുത്തതും നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും അതുപോലെ ബോർഡറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ്. ഇതിനും റേറ്റ് വരുന്നത് 15 രൂപയാണ്. അടുത്ത പ്ലാന്റ് ഏഞ്ചലോണിയയുടെ പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഏഞ്ചലോണിയ അല്ലെങ്കിൽ ആമപ്പൂവെന്നും പറയാറുണ്ട്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക കടലച്ചെടി അല്ലെങ്കിൽ പീനട്ട് ഗ്രാസ്. നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടൊക്കെ നടാൻ കഴിയുന്ന പ്ലാന്റ് ആണ്. നല്ലൊരു യെല്ലോ കളറിൽ ഫ്ലവറും തരുന്ന പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക പേൾ ഗ്രാസിൻ്റെ വേരിഗേറ്റഡ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിനും റേറ്റ് വരുന്നത് 20 രൂപയാണ്. അടുത്തത് വരിക ഫെമിനയാണ്. ഇതുപോലെ വയലറ്റ് കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. വലിയ കെയറൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണിതും. അപ്പോൾ ഇതിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് പെഡലാന്തസ് വെറൈറ്റി ആണ്. ആദ്യത്തേത് ഈ കാണുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇത് നമ്മൾ പോട്ടിലോ അതല്ലെങ്കിൽ നിലത്തോ നട്ട് കൊടുക്കാവുന്നതാണ്. 10 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് പെഡലാന്തസിൻ്റെ തന്നെ 2 കേളി വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ കഴിയും. 15 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് പെഡലാന്തസ് കേളി പിങ്ക് ആണ്. ഒരു പിങ്ക് കളറോട് ലീഫിൽ വരുന്ന കുറച്ചുകൂടി വലിയ ഇലകൾ തരുന്ന പ്ലാന്റ് ആണ്. ഇതിനും റേറ്റ് വരിക 15 രൂപയാണ്. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അടുത്തത് വരിക മെക്സിക്കൻ പെറ്റ്യൂണിയയുടെ പ്ലാന്റ് ആണ്. മെക്സിക്കൻ പെറ്റ്യൂണിയയുടെ വൈറ്റും അതുപോലെ തന്നെ പിങ്കും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതായിരിക്കും. 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ഷിമറിംഗ് റെഡ് എപ്പീസിയ പ്ലാന്റ് ആണ്. നല്ല റെഡ് കളറിൽ പൂക്കൾ തരുന്ന ഈ ഒരു പ്ലാന്റിന് 25 രൂപയാണ് റേറ്റ് വരിക.
അടുത്ത പ്ലാന്റ് വരിക ആമസോൺ ബ്ലൂ ആണ്. ഇതാണ് ആമസോൺ ബ്ലൂവിൻ്റെ പൂക്കൾ. ഒരുപാട് പേരുകളുള്ള ഒരു പ്ലാന്റാണ്. ബ്ലൂ മേരി അല്ലെങ്കിൽ സ്നാപ് ഡ്രാഗൺ എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് പൂക്കൾ വരിക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. റേറ്റ് വരിക 30 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരിക റിയോ ഗോൾഡൻ പ്ലാന്റ് ആണ്. നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെക്കാൻ കഴിയുന്ന ഈ ഒരു പ്ലാന്റിന് 25 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് മിനിയേച്ചർ പിങ്ക് എക്സോറയാണ്. ഇതാണ് പൂക്കൾ വരിക. അപ്പം ഈ ഒരു എക്സോറ പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ബ്ലൂ ഡേയ്സ് ആണ്. നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റാണിത്. അതുപോലെ ഹാങ്ങിങ് ആയിട്ടോ നിലത്തോ ഒക്കെ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 25 രൂപയാണ് റേറ്റ് വരുന്നത്. ലാസ്റ്റ് പ്ലാന്റ് പേർഷ്യൻ ഷീൽഡ് ആണ്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ്. 40 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏകദേശം 40ഓളം പ്ലാന്റ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പ്ലാന്റിൻ്റെ റേറ്റും സൈസും എല്ലാം വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ ഓർഡർ ചെയ്യുക. അതുപോലെ നമ്മളുടെ ചാനലിനെ കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതിലുള്ള മിക്ക പ്ലാന്റ്സും നമുക്ക് സ്റ്റോക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക. ഇല്ലെങ്കിൽ പ്ലാന്റ് സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.